അച്ചീവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ത്രെഡുകളെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ത്രെഡുകളുടെ യൂസ് പഠിച്ചു, അതേപോലെ തന്നെ ത്രെഡുകളുടെ എലമെൻസിനെ പറ്റി പഠിച്ചു. അതായത് കൃത്യമായിട്ട് നമ്മൾ അതിനകത്തെ ക്രസ്റ്റ്, റൂട്ട്, ഫ്ലാങ്ക്, അതേപോലെ തന്നെ മേജർ ഡയമീറ്റർ എന്താണ്, മൈനർ ഡയമീറ്റർ എന്താണ്, എഫക്റ്റീവ് ഡയമീറ്റർ എന്താണ്, അതേപോലെ ആംഗിൾ ഓഫ് ത്രെഡ്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ക്ലാസ്സിലും നമ്മൾ ഫോംസ് ഓഫ് സ്ക്രൂ ത്രെഡ് തന്നെയാണ് പഠിക്കുന്നത്. അതിനകത്ത് ത്രെഡിൻ്റെ ആംഗിളും അതുപോലെ തന്നെ ഷേപ്പും ഒക്കെ മാറുമ്പോഴത്തേന് ത്രെഡിൻ്റെ യൂസും അതുപോലെ തന്നെ ത്രെഡിൻ്റെ കപ്പാസിറ്റിയും മറ്റ് കാര്യങ്ങളും എല്ലാം മാറുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നോർമലി ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മൾ നോർമലി ഏതൊരു കാര്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ത്രെഡാണ്. വി ത്രെഡ്, അതായത് അതിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത് ഒരു വി ഷേപ്പിലായിരിക്കും. ആ വി ഷേപ്പിലുള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ വി ത്രെഡ് എന്ന് പറയുന്നത്. അതിന് 60 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. വളരെ കൃത്യമായി മനസ്സിലാക്കുക, ആ ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ത്രെഡ്സ് ഓഫ് വി ഷേപ്പ്, വി ത്രെഡ്സ് ഓഫ് എ ഡിഫറെൻറ്റ് ടൈപ്സ് ആർ അവൈലബിൾ. വി ത്രെഡ് ഈസ് ദ മോസ്റ്റ് കോമൺ യൂസ്ഡ് വളരെ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ത്രെഡ് എന്ന് പറയുന്നത് വി ത്രെഡാണ്. അതേപോലെ തന്നെ നമ്മുടെ നെറ്റ്, ബോൾട്ട് കാര്യങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ വി ത്രെഡ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ച് കണ്ടുവരുന്നു. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അടുത്തത് പഠിക്കാൻ പോകുന്നത് സ്ക്വയർ ത്രെഡാണ്. സ്ക്വയർ ത്രെഡ് അതാണ്ട് ഈ ഫിഗർ നമ്പർ 2 നമുക്ക് വളരെ കൃത്യമായിട്ട് സ്ക്വയർ ത്രെഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഹെവി ലോഡുകൾ ക്യാരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രൂ ജാക്കി, അങ്ങനെയുള്ള ഫ്ലൈ പ്രസ് തുടങ്ങിയ സാധനങ്ങളിലെല്ലാം നമ്മൾ ഈ സ്ക്വയർ ത്രെഡായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ എന്താ ഹൈ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കിട്ടും. നമ്മുടെ ത്രെഡിന് ഹൈ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കിട്ടും ഈ സ്ക്വയർ ത്രെഡ് ആവുന്നതോടെ. 90 ഡിഗ്രിയാണ് അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ ത്രെഡ് ഈസ് സ്ക്വയർ ഷേപ്പ്. അത് ഏത് ഷേപ്പിലായിരിക്കും? സ്ക്വയർ ഷേപ്പിലായിരിക്കും അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ദ ത്രെഡ് ആർ വെരി സ്ട്രോങ് ആൻഡ് ആർ യൂസ്ഡ് ഓൺലി ഫ്ലൈ പ്രസ്, സ്ക്രൂ ജാക്ക് ആൻഡ് വൈസ് ആൻഡ് സ്പിൻഡിൽ എക്സെട്ര. നമ്മുടെ ബെഞ്ച് വൈസ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ബെഞ്ച് വൈസ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതാണ്. ഈ ബെഞ്ച് വൈസിനകത്ത് ഉപയോഗിക്കുന്ന ത്രെഡും ഏത് തന്നെയാണ്? സ്ക്വയർ ത്രെഡ് തന്നെയാണ്. അതേപോലെ തന്നെ ഫ്ലൈ പ്രസ്, സ്ക്രൂ ജാക്ക്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വെരി സ്ട്രോങ് ത്രെഡ് ആയതുകൊണ്ട് തന്നെ വളരെ ലോഡ് ക്യാരി ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള വസ്തുക്കളിലെല്ലാം നമ്മൾ ഈ സ്ക്വയർ ത്രെഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ സ്ക്വയർ ത്രെഡിൻ്റെ തന്നെ മറ്റൊരു ഫോമുണ്ട്, ഒരു മോഡിഫൈഡ് ഫോമാണ് നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത്. നക്കിൾ ത്രെഡ് എന്ന് പറയുമ്പം ഒരു വേവ് മാതിരി ആയിരിക്കും അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. നമ്മളുടെ പേനയുടെയൊക്കെ നമ്മൾ എഴുതാനൊക്കെ ഉപയോഗിക്കുന്ന പേനയില്ലേ, അതിൻ്റെ അടപ്പ്, അതുപോലെ തന്നെ അതിൻ്റെ ആ 2 മൂടി ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ത്രെഡ്, അതേപോലെ തന്നെ കുപ്പിയിലൊക്കെ ഉപയോഗിക്കുന്ന ത്രെഡ്, അതേപോലെ തന്നെ റെയിൽവേ വാഗൺസിലൊക്കെ ഉപയോഗിക്കുന്ന ത്രെഡ് എന്ന് പറയുന്നത് ഈ നക്കിൾ ത്രെഡാണ്. നമ്മളുടെ സ്ക്വയർ ത്രെഡിൻ്റെ തന്നെ മോഡിഫൈഡ് ഫോമാണ്. ഇതിൻ്റെ ആംഗിള് 29 ഡിഗ്രിയാണ്. Knuckle thread is the modified form of square thread. In this case of crust and root are rounded to form a semicircle. An example of used this thread is one of used for railway wagon coupling. അങ്ങനെയുള്ള കാര്യങ്ങൾ, റെയിൽവേ വാഗൺ കപ്ലിങ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പേനയുടെയൊക്കെ അടപ്പ്, പേനയുടെയൊക്കെ 2 പോർഷനിലും കാണുന്ന ആ മൂടി ഭാഗം, അതേപോലെ തന്നെ നമ്മളുടെ കുപ്പിയുടെ അടപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ ഈ നക്കിൾ ത്രെഡ് ഉപയോഗിച്ച് കാണാറുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ക്രസ്റ്റും റൂട്ട് എന്ന് പറയുന്നത് ഒരു സെമി സർക്കിൾ പോർഷൻ ആയിരിക്കും, അതിൻ്റെ ഒരു സെമി റൗണ്ടഡ് ആയിരിക്കും അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. 29 ഡിഗ്രി ആംഗിൾ വളരെ വ്യക്തമായി പഠിക്കുക. എക്സാമുകൾക്കൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന മേഖലയാണ് ഈ ആംഗിൾ, ത്രെഡിൻ്റെയൊക്കെ ആംഗിൾ ചോദിക്കുക എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ത്രെഡ് എന്ന് പറയുന്നത് ട്രപ്പിസോയിഡൽ ത്രെഡാണ്. ഇതും എന്ത് തന്നെയാണ്? നമ്മുടെ സ്ക്വയർ ത്രെഡിൻ്റെ മറ്റൊരു മോഡിഫൈഡ് ഫോം തന്നെയാണ്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫ്ലാങ്ക് ഈസ് 30 ഡിഗ്രി. നമ്മുടെ നക്കിൾ ത്രെഡ് വന്നപ്പോൾ 29 ഡിഗ്രി ആംഗിൾ, നമ്മുടെ ട്രപ്പിസോയിഡൽ ത്രെഡ് വന്നപ്പോൾ അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ദസ് ത്രെഡ് ആർ ആൾസോ സ്ട്രോങ് ആൻഡ് ആർ യൂസ്ഡ് ഫോർ ഈസി എൻഗേജ്മെൻറ്റ് ആൻഡ് ഡിസെൻഗേജ്മെൻറ്റ് ഇൻ ട്രാൻസ്മിഷൻ. വളരെ പെട്ടെന്ന് എൻഗേജ് ചെയ്യേണ്ടതും ഡിസെൻഗേജ് ചെയ്യേണ്ടതുമായ ഒരു എക്യുപ്മെൻറ്റിൽ നമ്മൾ ഏത് ടൈപ്പ് ത്രെഡായിരിക്കും ഉപയോഗിക്കുന്നത്? നമ്മുടെ ട്രപ്പിസോയിഡൽ ത്രെഡാണ്. ഇതും നമ്മുടെ സ്ക്വയർ ത്രെഡിൻ്റെ മോഡിഫൈഡ് ഫോമാണ്. വളരെ ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ 30 ഡിഗ്രിയാണ് അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. ലീഡ് സ്ക്രൂ ഓഫ് മെഷീൻ ടൂൾസ് ആർ മേഡ് ഓഫ് ട്രപ്പിസോയിഡൽ ത്രെഡ്. മിഷീൻ സ്ക്രൂസിൻ്റെയൊക്കെ നമ്മുടെ ലെയ്ത്തിൻ്റെയൊക്കെ ലെയ്ത്തിൻ്റെയൊക്കെ ത്രെഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈ നമ്മുടെ ട്രപ്പിസോയിഡൽ ത്രെഡ് തന്നെയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത്. അതേപോലെ തന്നെ ഈ ആക്മി ത്രെഡും നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്താണ് ആക്മി ത്രെഡ്? ആക്മി ത്രെഡ് ഈസ് അനദർ ടൈപ്പ് ഓഫ് എ ട്രപ്പിസോയിഡൽ ത്രെഡ്.
ഇനി നമ്മൾ പറഞ്ഞു മോഡിഫൈഡ് ഫോം ഓഫ് സ്ക്വയർ ത്രെഡാണ് നക്കിൾ ത്രെഡ്. അതേപോലെ തന്നെ മോഡിഫൈഡ് ഫോം ഓഫ് സ്ക്വയർ ത്രെഡ് തന്നെയാണ് നമ്മുടെ ട്രപ്പീസോയിഡൽ ത്രെഡ് എന്ന് പറയുന്നത്. ട്രപ്പീസോയിഡൽ ത്രെഡിൻ്റെ മറ്റൊരു ഫോമാണ് എന്ന് പറയുന്നത് ആക്മി ത്രെഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ലെയ്ത്തിനകത്ത് ഈ ആക്മി ത്രെഡ് ഉപയോഗിച്ച് കാണാറുണ്ട്. ആക്മി ത്രെഡ് ഈസ് അനദർ ടൈപ്പ് ഓഫ് എ ട്രപ്പീസോയിഡൽ ത്രെഡ് വിത്ത് 29 ഡിഗ്രി ആംഗിൾ ബിറ്റ്വീൻ ദ ഫ്ലാങ്ക്. അതിൻ്റെ ഫ്ലാങ്കിനിടയിലുള്ള ആംഗിൾ എത്രയാണ്? നമ്മുടെ വി ത്രെഡ് 60 ഡിഗ്രിയാണ് ആംഗിൾ, സ്ക്വയർ ത്രെഡ് 90 ഡിഗ്രിയാണ് ആംഗിൾ, നക്കിൾ ത്രെഡ് 29 ഡിഗ്രി, ട്രപ്പീസോയിഡൽ ത്രെഡ് 30 ഡിഗ്രി, അതേപോലെ തന്നെ ആക്മി ത്രെഡും എത്ര തന്നെയാണ്? 29 ഡിഗ്രി. നക്കിൾ ത്രെഡിനും ആക്മി ത്രെഡിനും സെയിം ആംഗിളാണ്, 29 ഡിഗ്രി തന്നെയാണ്. അടുത്തതാണ് സാറ്റൂത്ത് ത്രെഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഫോം ഓഫ് എ ത്രെഡ് ഹാസ് ആൻ ഇൻക്ലിനേഷൻ ഓഫ് 3 ഡിഗ്രി ഓൺ വൺ സൈഡ് ആൻഡ് 30 ഡിഗ്രി ഓൺ അതർ സൈഡ്. അതാണ് ഈ ഫിഗർ 4-നകത്ത് ശ്രദ്ധിച്ചാൽ ആ ഒരു ത്രെഡിൻ്റെ ക്രോസ് സെക്ഷനാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിയോ, അതിൻ്റെ വൺ സൈഡ് ആംഗിൾ 3 ഡിഗ്രിയും അതർ സൈഡ് ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ആ ആംഗിൾ വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, 3 ഡിഗ്രിയും 30 ഡിഗ്രിയാണ്. ദ ത്രെഡ് ആർ യൂസ്ഡ് ഇൻ പ്ലേസസ് വെയർ സ്ലൈഡിംഗ് ഫോഴ്സ് ആക്ട് വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് സ്ലൈഡിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എക്യുപ്മെൻറ്റിനകത്തെല്ലാം നമുക്ക് ഏത് ത്രെഡ് ഉപയോഗിക്കാം? നമ്മുടെ സാറ്റൂത്ത് ത്രെഡ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ സ്പിൻഡിൽ ഓഫ് കാർപ്പൻറ്റേഴ്സ് വൈസ് ആൻഡ് ക്വിക്ക് റിലീസിങ് പ്രസ് ഹാവ് എ സാറ്റൂത്ത് ത്രെഡ്. നമ്മുടെ കാർപ്പൻറ്റേഴ്സിൻ്റെ വൈസ് അതേപോലെ തന്നെ ക്വിക്ക് റിലീസിങ് വൈസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു ട്രിഗർ ഉപയോഗിച്ച് നമ്മുടെ ലൈക്ക് സെയിം നമ്മുടെ എന്തുപോലെ തന്നെ ബെഞ്ച് വൈസ് പോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഡിസെൻഗേജ് ചെയ്യുന്നത് ഒരു ട്രിഗറോ അല്ലെങ്കിൽ ഒരു ലിവർ ഉപയോഗിച്ചിട്ടാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസെൻഗേജ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള നമുക്ക് വൺ ഡയറക്ഷനിലേക്ക് ഫോഴ്സ് സ്ലൈഡ് ചെയ്യുന്ന ത്രെഡുകൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സാറ്റൂത്ത് ത്രെഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മളുടെ ക്വിക്ക് റിലീസിങ് പ്രസ് അതേപോലെ തന്നെ സ്പിൻഡിൽ ഓഫ് കാർപ്പൻറ്റേഴ്സിൻ്റെ ഒക്കെ എന്ത് തന്നെയാണ്? നമ്മുടെ സാറ്റൂത്ത് ത്രെഡാണ്. അടുത്താണ് ബട്ട്രസ് ത്രെഡ്. നമ്മുടെ ഈ 3 ഡിഗ്രി, ഈ ഫിഗർ നമ്പർ 4-ലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. ഈ 3 ഡിഗ്രി കണ്ടൊരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ സ്ട്രെയിറ്റ് ആയിരിക്കും, വെർട്ടിക്കൽ ആയിരിക്കും, ഏകദേശം 90 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ മറ്റൊരു സൈഡ് 45 ഡിഗ്രി ആയിരിക്കും. അതിനാണ് ബട്ട്രസ് ത്രെഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് അനദർ ത്രെഡ് വിച്ച് ഈസ് സിമിലർ ടു സാറ്റൂത്ത് ത്രെഡ്. സാറ്റൂത്ത് ത്രെഡിന് സിമിലർ ആണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, വൺ സൈഡ് 3 ഡിഗ്രിയാണ് നമ്മുടെ സാറ്റൂത്ത് ത്രെഡ് എങ്കിൽ ഇതിൻ്റെ വൺ സൈഡ് വെർട്ടിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് 90 ഡിഗ്രി എന്ന് പറയാം, വെർട്ടിക്കൽ ആയിരിക്കും. അതിൻ്റെ അതർ സൈഡ് 45 ഡിഗ്രിയും ആയിരിക്കും. This thread has a one flank vertical and the other is 45 ഡിഗ്രി, 45 ഡിഗ്രി ആയിരിക്കും മറ്റൊന്ന് പറയണത്. ഇതേപോലെ തന്നെ ഈ ത്രെഡിനകത്ത് നമ്മൾ ആംഗിൾ പഠിച്ചു. ഇപ്പം നമ്മൾ വി ത്രെഡിൻ്റെ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് പഠിച്ചു, സ്ക്വയർ ത്രെഡിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ ട്രപ്പീസോയിഡൽ ത്രെഡിൻ്റെ ആംഗിൾ 30 ഡിഗ്രി, നക്കിൾ ത്രെഡിൻ്റെ ആംഗിൾ 29 ഡിഗ്രി, അതുപോലെ തന്നെ ആക്മി ത്രെഡ് 29 ഡിഗ്രി, സാറ്റൂത്ത് ത്രെഡ് 3 ഡിഗ്രിയും 30 ഡിഗ്രിയും, അതുപോലെ തന്നെ ബട്ട്രസ് ത്രെഡ് വൺ സൈഡ് വെർട്ടിക്കൽ ആൻഡ് മറ്റൊരു സൈഡ് 45 ഡിഗ്രി ആംഗിളും പഠിച്ചു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ത്രെഡിൻ്റെയൊക്കെ ഒരു ഡെപ്ത് ഉണ്ട്, ആ ഡെപ്തും അതേപോലെ തന്നെ നമ്മുടെ വി ത്രെഡിന് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് UNC, UNF, അതേപോലെ തന്നെ കോഴ്സ് ത്രെഡ്, മെട്രിക് കോഴ്സ്, മെട്രിക് ഫൈന്, അതേപോലെ തന്നെ BSF, അങ്ങനെ BSW തുടങ്ങിയ കുറച്ച് ടൈപ്സ് ഓഫ് ത്രെഡുകളും കൂടി ഉണ്ട്. അതും കൂടെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ത്രെഡിൻ്റെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആ ഒരു മേഖല കൂടി കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മിക്കവാറും ക്വസ്റ്റ്യൻസുകൾ വന്ന് കാണുന്ന ഒരു മേഖലയാണ് ഈ ത്രെഡ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നന്നായിട്ട് ആ ഒരു മേഖല കവർ ചെയ്ത് പഠിക്കുക. മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്